ഹലോ, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നിൽക്കുന്നത് പിറവം ചന്തയിലാണ്. അപ്പം നമ്മൾ അവിടെ നിന്ന് 1 കിലോ ഓലക്കുടിയ മീനാണ് മേടിച്ചത്. അഖിലേട്ടന് അച്ചാറിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ഇത് വാങ്ങിയത്. അപ്പം നമുക്കിത് അച്ചാറിടാനായിട്ട് തുടങ്ങാം. അപ്പോൾ അച്ചാറിടാനാന്ന് പറഞ്ഞപ്പോൾ തന്നെ ആ ചേട്ടൻ ചെറിയ കഷ്ണങ്ങളാക്കി തന്നെ മുറിച്ച് തന്നിട്ടുണ്ടായിരുന്നു. നമുക്കിതിലേക്ക് ആവശ്യമായ സാധനങ്ങൾ ഇട്ട് കൊടുക്കാം. ഞാൻ 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ 1 സ്പൂൺ അച്ചാർ പൊടിയും കൂടാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. ഇതെല്ലാം കൂടെ 1 സ്പൂൺ വിനാഗിരി ഒഴിച്ചിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് തയ്യാറാക്കാനായിട്ട് തുടങ്ങാം. 1/2 മണിക്കൂർ ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് നമ്മളിവിടെ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഈ മീൻ കഷ്ണങ്ങളൊക്കെ മുങ്ങിക്കിടക്കാൻ പാകത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കണം. നമുക്കിനി കുറേശ്ശെ ഇട്ട് വറുത്ത് കോരിയെടുക്കാം. നമുക്കിത് നന്നായിട്ട് ഫ്രൈ ആവുന്നവരെ വെയിറ്റ് ചെയ്യാം. അങ്ങനെ 2-3 പ്രാവശ്യം വറുത്തെടുക്കാനുള്ള മീൻ കഷ്ണങ്ങൾ ഉണ്ടായിരുന്നു. അത് വറുത്ത് കോരിയതിന് ശേഷം നമ്മൾ അടുത്ത ട്രിപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി ഫ്രൈ ചെയ്ത് എടുക്കാം നമുക്ക്. അങ്ങനെയെല്ലാം ഫ്രൈ ആയി നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി മസാലകൾ തയ്യാറാക്കാം. അതിനായിട്ട് നമ്മളിവിടെ ആ നമ്മൾ വറുക്കാൻ എടുത്ത എണ്ണ തന്നെ ഊറ്റി അതിൻ്റെ ആ പൊടിയൊക്കെ മാറ്റിയിട്ട് നമ്മൾ ആ എണ്ണ തന്നെയാണ് എടുത്തേക്കുന്നത്. അത് ചൂടായി വരുമ്പോൾ നമ്മൾ അതിലേക്ക് കടുകിട്ട് കൊടുത്തു, ചെറുതായിട്ട് അരിഞ്ഞു വെച്ച ഇഞ്ചി ചേർത്ത് കൊടുത്തു, ചെറുതായിട്ട് അരിഞ്ഞ് വെളുത്തുള്ളി, 1 തണ്ട് കറിവേപ്പില. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1 സ്പൂൺ മുളക് പൊടി, അത് കാശ്മീരി മുളക് പൊടിയാണ്. പിന്നെ 1 സ്പൂൺ അച്ചാർ പൊടിയും കൂടെ എടുത്തിട്ടുണ്ട്. ഇതും ഇച്ചിരി വിനാഗിരി ഒഴിച്ച് കുഴച്ചെടുത്തതാണ്. അപ്പം ഇതും കൂടി നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. ഇതെല്ലാം കൂടി ഒന്ന് മൂത്ത മണം വരുന്ന സമയത്ത് നമുക്ക് നമ്മുടെ മീൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ മീൻ കഷ്ണങ്ങളൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ അച്ചാറൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. ഇപ്പം തന്നെ നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇത് തണുത്തിട്ട് കുപ്പിയിലാക്കി കൊടുത്തുവിടാം. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് ഇനിയും കാണാം. അപ്പോൾ എൻ്റെ ഈ ചാനൽ പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. താങ്ക് യു.